അങ്ങോട്ട് പിടിച്ചു വെക്കുക, പൈസകൾ മോഷ്ടിക്കുക, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ഭീഷണിപ്പെടുത്തി അവസാനം യാതൊരു വഴിയില്ലാതെ എല്ലാ വഴികളും നോക്കി കോർട്ടിൽ കയറി ഇറങ്ങി അതിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഒരു ജയിൽവാസനായ ഒരാളെ ഒരുപാട് പ്രാവശ്യം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ കേസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ആ സമയത്തൊക്കെ അവിടെ അവന്റെ ജയിലിലെ ഒരു ജയിൽവാസനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അയാളോട് സപ്പോർട്ട് ചെയ്തിട്ട് എന്തോ ചെയ്യാ, അവനിൽ നിന്നും രക്ഷ നേടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അയാളോട് പറഞ്ഞപ്പോഴത്തേനും അയാളാണ് എനിക്ക് ഈ മാർഗം പറഞ്ഞു തന്നത്. ഇഞ്ചക്ഷൻ കൊടുക്കുക, അവനെ മയക്കി കിടത്തുക, അതിനുശേഷം അവനെ കൊണ്ട് ദൂര സ്ഥലത്ത് കൊണ്ടുപോയി ബോധം കഴിയുമ്പോഴത്തേനും അവനെ കൊണ്ട് ഫലമായിട്ട് ടൈമിൽ സ്റ്റോപ്പടിക്കുക. എനിക്ക് രക്ഷ നേടുന്ന ഏത് രീതിയിലും എന്തെങ്കിലും കൈകാര്യം ചെയ്യാം എന്നുള്ള ആ ഒരു മാർഗം. അത്യാവശ്യം നെഗറ്റീവ് കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയ എന്ന് പറയുന്നുള്ള ഒരു നേഴ്സ് യമനിൽ വധശിക്ഷയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നാട്ടിലെല്ലാം ഇതിനു മുമ്പ് നമ്മുടെ അബ്ദുൾ റഹീമിനെ രക്ഷിച്ചതുപോലെ തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ എങ്ങനെയെങ്കിലും റദ്ദാക്കി അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പല സംഘടനകളും പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിമിഷപ്രിയയുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിമിഷപ്രിയ ഒരു നേഴ്സായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് വരികയും കല്യാണം കഴിച്ച് പിന്നെ കുടുംബമായിട്ട് യമനിൽ അവിടെ നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പം ഭർത്താവും കുട്ടിയും നാട്ടിലേക്ക് വരികയും പിന്നെ നിമിഷ ഒറ്റയ്ക്ക് അവിടെ ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിമിഷയ്ക്ക് ഒരു ക്ലിനിക്ക് തുടങ്ങിയാൽ കൊള്ളാം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ സെറ്റപ്പൊക്കെ വേണം. അങ്ങനെയാണ് തലാൽ അബ്ദുൾ മഹദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യമനി യുവാവുമായിട്ട് പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവർ ഒരു കള്ള പാസ്പോർട്ടാക്കി ഇവരൊരു കള്ള പേരിൽ ലൈസൻസൊക്കെ എടുത്ത് ക്ലിനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തലാലിൻ്റെ നിമിഷയോടുള്ള ആ ഒരു രീതി എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന പൈസയെല്ലാം തലാൽ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. നിമിഷയുടെ പാസ്പോർട്ട് തലാൽ പിടിച്ചു വെക്കുന്നു. അപ്പോൾ ഈ പാസ്പോർട്ട് കൈക്കലാക്കി എങ്ങനെയെങ്കിലും നാട് വിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പറയുന്ന നിമിഷേൻ്റെ ഒരു കൂട്ടുകാരെയും കൂടി തലാലിന് മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. ഈ മയക്കുമരുന്നിൻ്റെ ഡോസ് കൂടിപ്പോവുകയും തലാൽ അവിടുന്ന് മരണപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഈ മരണപ്പെട്ടതിന് ശേഷം ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോഡി ഇവർ പല കഷ്ണങ്ങളായിട്ട് വെട്ടിക്കീറി അവിടുത്തെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുകയാണ്. എന്നിട്ട് ഇവർ അവിടുന്ന് മുങ്ങി. ഓക്കെ, അവസാനം പോലീസ് കേസായി അന്വേഷിച്ച് ഇവരെ പിടിച്ചു. കൂട്ടാളിയായിട്ടുണ്ടായിരുന്ന ഒരാളെ ജീവപര്യന്തം ശിക്ഷിക്കുകയും പിന്നെ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം കേരളത്തിൽ പല രീതിയിൽ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്നും പറഞ്ഞിട്ട് പല ക്യാമ്പയിനും നടക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു കേസ് നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇതേപോലെ ക്യാമ്പയിൻ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും കൊലപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകം തന്നെയാണ്. പിന്നെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബോഡീനെ ഇവർ അത്രയും പൈശാചികമായിട്ടും ക്രൂരമായിട്ടും വെട്ടിക്കീറിയത് കൊണ്ടാണ്. ഇല്ലാതെ വെറുതെ മരണം മാത്രമാണ് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പം ഇവർക്കൊരു ജീവപര്യന്തം ശിക്ഷ മാത്രം ആയിട്ട് മാറിയേനെ. പക്ഷേ ഇത് ഇത്രത്തോളം ക്രൂരതയിൽ ഇത് ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് വധശിക്ഷ തന്നെ വിധിച്ചത്. ഇപ്പം ആളുകളെല്ലാവരും നിമിഷേനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, രക്ഷിക്കണം, പക്ഷേ വധശിക്ഷയിൽ നിന്നും രക്ഷിക്കണം. പക്ഷേ ഇവർ ചെയ്തത് തെറ്റ് തന്നെയാണെന്നുള്ളത് ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതായത് ഇവർ മയക്കുമരുന്ന് കുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ വെട്ടിക്കീറിയത് താനല്ല എന്നുള്ളതാണ് നിമിഷ പറഞ്ഞത്. അതായത് കൂട്ടുകാരിയാണ് ചെയ്തതെന്നാണ് നിമിഷ പറയുന്നത്. ഇരുന്നാലും ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് ഇനിയിപ്പം ബ്ലഡ് മണി കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഈ പറയുന്ന യമനി യുവാവിൻ്റെ വീട്ടുകാർ ബ്ലഡ് മണി മേടിക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ഒത്തുതീർപ്പാക്കാനൊന്നും ഇതുവരെ യാതൊരു സഹകരണവും നടത്തിയിട്ടില്ല. അപ്പോൾ അതിനുള്ള മെയിനായിട്ട് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊന്നത് ഓക്കെ, പക്ഷെ കൊന്നതിന് ശേഷം ചെയ്ത ക്രൂരത ഒരിക്കലും അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഒരിക്കലും ആരും വന്നിട്ട് നിമിഷേനെ രക്ഷിക്കണം എന്ന് പറയില്ല. പക്ഷേ ഇതൊരു പുറത്ത് നടന്നൊരു സംഭവം ആയതുകൊണ്ടും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ടുമാണെന്ന് തോന്നുന്നു ആളുകൾ ഇപ്പം പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നിമിഷേനെ രക്ഷിക്കണം, ഒരു കുട്ടിയുണ്ട്, കുടുംബമുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതേ ഒരു സിറ്റുവേഷനിൽ ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കുറ്റമാണെങ്കിൽ പോലും
ഇവിടെ ഒരു ജീവപര്യന്തം ശിക്ഷയെങ്കിലും കിട്ടാറുണ്ട്. ഓക്കെ, ഇതിപ്പോൾ പൈസ കൊടുത്ത് അവരുടെ വധശിക്ഷ ഒരു ജീവപര്യന്തമാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവരെ വെറുതെ വിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ശരിക്കും ഒരു തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ട് ഇവരെ അവിടെ വെറുതെ വിടാൻ വേണ്ടിയിട്ട് എന്തായാലും ആളുകൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ബ്ലഡ് മണി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കൊരു ജീവപര്യന്തം ശിക്ഷയെങ്കിലും അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ ഇത്രയും ഒരു സഹതാപം കാണിക്കാൻ മാത്രമുള്ള ഒരു നിസ്സാര കാര്യമാണ് ഇവർ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ രക്ഷപ്പെടുക തന്നെ വേണം. പക്ഷേ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്ന സ്ഥിതിക്ക് ഇവർക്ക് അതിനുള്ള ശിക്ഷ എന്തായാലും കിട്ടിയേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കും ഇവിടെ തെറ്റ് ചെയ്താലും നാട്ടിൽ നിന്ന് ആളുകൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളൊരു സെറ്റപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വധശിക്ഷ എന്ന് പറയുന്നത് ഒരു ജീവപര്യന്തമാക്കിയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു കാര്യം പറയുകയുണ്ടായി. അതൊന്ന് നമുക്ക് കണ്ടുനോക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വളരെ ദുഃഖകരമായ വാർത്തകളൊക്കെയാണ് ലഭിച്ചത് 2 ദിവസമായിട്ട്. അപ്പൊ ഇതിനകത്ത് ഇടപെടലുകൾ അതിശക്തമായിട്ട് എത്രയും പെട്ടെന്ന് നടത്തേണ്ടതായ ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ഒരു സംഘടന രൂപീകരിച്ച് 5 വർഷമായി. ഇവരെല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇന്നും ഇരിക്കുന്നു. അവരുടെ ജോലി, അവരുടെ തിരക്കുകളെല്ലാം നിർത്തി വെച്ചുകൊണ്ടും അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇപ്പൊ സാമുൽ സാർ അവിടെയുണ്ട്, അവിടെ അമ്മയുണ്ട്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ അറിയേണ്ടത് അവിടെ യുദ്ധമാണ്. അതുപോലെ തന്നെ എംബസി ഇല്ല, എംബസി ഇപ്പോൾ ഓൾറെഡി സൗദിയിലാണ്. അതെല്ലാം നമുക്ക് തടസ്സമാണ്. അതിനിടയ്ക്ക് ഓരോരോ അഡീഷണൽ ആയിട്ട് വരുന്ന യുദ്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് അന്നേരം ആ സ്ഥലത്തെ കാര്യങ്ങളെല്ലാം സ്റ്റക്ക് ആകുന്നുണ്ട്. അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊമെന്റ് ചെയ്ത് മൂവ് ആയിട്ട് പോകണമെങ്കിൽ ഒരു ശാന്തത ഉണ്ടാവണം. പക്ഷെ അത് ഇല്ലാത്തൊരു രാജ്യമാണ് 2015 മുതൽ. അതിൻ്റെതായ കുറച്ച് റിസ്ക് ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യമനിലുള്ള നമ്മുടെ അഡ്വക്കറ്റും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സപ്പോർട്ടെല്ലാം ഓൾറെഡി ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവരുടെ വീട്ടുകാരുമായിട്ടൊക്കെ സംസാരിച്ച് ഫൈനലിലേക്ക് എത്തുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണ്ടാവേണ്ടതായിട്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി നിലവിൽ. എന്തായാലും പ്രതീക്ഷയോടുകൂടി തന്നെ 100% പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ഹാർഡ് വർക്കിന് എന്തായാലും ഒരു ഫലം കാണുമെന്നുള്ള 100% വിശ്വാസം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് എത്രയും പെട്ടെന്ന് ആകട്ടെ, സ്പീഡപ്പ് ആകട്ടെ. ഇങ്ങനെ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണ് ഇപ്പം. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും ഓക്കെ, ഇവരുടെ മാനസികാവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു ക്രൂരത ഇവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ എന്തായാലും ഇവർ ഏറ്റുവാങ്ങിയേ പറ്റുള്ളൂ. ഒരാളെ അതിക്രൂരമായിട്ട് കൊന്നതിന് ശേഷം വെട്ടി നുറുക്കി ടാങ്കിലിട്ട ഒരു കേസാണ് ഈ സംഭവം. പക്ഷേ ഇപ്പം പലരും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവരെ വെറുതെ അവിടെ പിടിച്ചിട്ടിരിക്കുന്നതാണ് എന്നുള്ള സെറ്റപ്പിലൊക്കെ പലരും ഈ ഒരു കേസിനെ എടുക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് നിമിഷപ്രിയൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും ഇവർക്ക് വധശിക്ഷ കൊടുക്കണം എന്നുള്ളതൊന്നും നമ്മൾ ആരും പറയുന്നില്ല. പക്ഷേ അവർക്ക് ഇതിന് തക്കതായിട്ടുള്ളൊരു ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരുന്ന പലർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. ഇത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നാട്ടുകാരെല്ലാവരും കൂടി പിരിവെടുത്തിട്ടാണെങ്കിൽ നമ്മളെ രക്ഷിക്കും എന്നുള്ളൊരു സെറ്റപ്പൊക്കെ വരും. പിന്നെ ഇവരുടെ ഫാമിലീൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിയാണ്, 10 വയസ്സ് വരെ ഉള്ള കുട്ടിക്ക്. അപ്പം അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനും പറ്റില്ല. ഇപ്പോൾ പല സ്ഥലത്തും ഇവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ ഒരിക്കലും ആരും പോയി സപ്പോർട്ട് ചെയ്യില്ല. ഇത്ര ചെറിയ കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട് ഉള്ളതൊന്നും ആരും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം ഈ പറയുന്ന തലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കും കുടുംബവും ഉണ്ട്, അവർക്കും ഉണ്ട് വീട്ടുകാരും ഫാമിലി എല്ലാവരും. അപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരാളെ തന്നെയാണ്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ഇവരെ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് താനും. ഇതാണ് നിമിഷപ്രിയ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഒരു നേഴ്സായിട്ട് തന്നെയാണ്. കാരണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിമിഷപ്രിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരൊരു സഹതാപവും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.